നമസ്കാരം. വെട്ടൻ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. എടപ്പാൾ അയിലക്കാട് ഐനിച്ചിറയിൽ നീന്താനിറങ്ങി കായലിൽ കാണാതായ യുവാവിൻ്റെ മൃതദേഹം കണ്ടെത്തി. തിരൂർ കൂട്ടായി കോതപ്പറമ്പ് സ്വദേശി മഞ്ഞപ്രയാഗത്ത് മുഹമ്മദ് ഖൈസിൻ്റെ മൃതദേഹമാണ് പോലീസും അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തിയത്. മൃതദേഹം പൊന്നാനി താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിലേക്ക് മാറ്റി. മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറേറ്റിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച് ഫിറ്റ്നസ് ഇല്ലെന്ന് ബോധ്യമായ 30 സ്കൂൾ കെട്ടിടങ്ങൾ ദുരന്ത നിവാരണ നിയമപ്രകാരം പൊളിച്ചു മാറ്റാൻ തീരുമാനമെടുത്തതായി ജില്ലാ കളക്ടർ VR വിനോദ് ജില്ലാ വികസന സമിതി യോഗത്തിൽ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PWD ബിൽഡിംഗ്സ് തുടങ്ങിയ വിവിധ വകുപ്പുകളുമായുള്ള യോഗം ഉടൻ ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു. പുറത്തൂർ പഞ്ചായത്ത് ആശുപത്രിപ്പടിയിൽ വൈദ്യുതാഘാതമേറ്റ് മരണപ്പെട്ട ചാലിൽ സുധീഷിൻ്റെ കുടുംബത്തെ BJP സംസ്ഥാന മുൻ അധ്യക്ഷൻ K. സുരേന്ദ്രൻ സന്ദർശിച്ചു. സുധീഷിൻ്റെ കുടുംബത്തിന് 50 ലക്ഷത്തിൽ കുറയാതെ ധനസഹായം കൊടുക്കുകയും അതോടൊപ്പം ആ കുടുംബത്തിലെ സുധീഷിൻ്റെ ഭാര്യയ്ക്ക് ജോലിയും സർക്കാർ നൽകണമെന്ന് BJP സംസ്ഥാന മുൻ അധ്യക്ഷൻ K. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. കാഴ്ചപരിമിതരുടെ സാമൂഹിക പിന്നോക്കാവസ്ഥ പരിഹരിക്കാനും വിദ്യാഭ്യാസ ശാക്തീകരണത്തിനും സർക്കാർ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ മലപ്പുറം വെസ്റ്റ് ജില്ലാ സമിതി സംഘടിപ്പിച്ച എൽവിഷൻ കാഴ്ചപരിമിതരുടെ കുടുംബസംഗമം അഭിപ്രായപ്പെട്ടു. തിരൂർ സംഗമം റെസിഡൻസിൽ നടന്ന സംഗമം വിസ്ഡം യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് താജുദ്ദീൻ സൊലാഹി ഉദ്ഘാടനം ചെയ്തു. ഛത്തീസ്ഗഡിൽ നടന്ന കേരളത്തിന് വേണ്ടിയുള്ള ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ബോക്സിംഗിൽ സിൽവർ മെഡൽ നൽകിയ മുഹമ്മദ് സാബുവിനെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ തിരൂർ യുവൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സ്വീകരണം നൽകി. UAE തിരൂർ നിവാസികളുടെ കുടുംബ കൂട്ടായ്മയായ ടീം തിരൂർ UAE അബുദാബി കമ്മിറ്റി പ്രവാസികളുടെ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. തിരൂർ തുഞ്ചൻപറമ്പിൽ സംഘടിപ്പിച്ച സംഗമം തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ഉദ്ഘാടനം ചെയ്തു. താനൂരിൻ്റെ വിവിധ മേഖലകളിൽ കടലാക്രമണം. എടക്കടപ്പുറം, അഞ്ചുടി, ഒസാൻകടപ്പുറം ഭാഗങ്ങളിൽ കടലാക്രമണം രൂക്ഷമാണ്. റോഡുകൾ കടലെടുത്തു. കടൽഭിത്തി ഇല്ലാത്ത ഭാഗങ്ങളാണ് രൂക്ഷമായ കടലാക്രമണം നേരിടുന്നത്. ചില വീടുകളും അപകട ഭീഷണിയാണ്. തിരൂർ ബാർ അസോസിയേഷൻ്റെ അഭിഭാഷകർക്ക് വേണ്ടിയുള്ള ഓഫീസ് കെട്ടിടം നിർമ്മിക്കാൻ തിരൂർ MLA കുറുക്കോളി മൊയ്തീന് സംഘടന നിവേദനം നൽകി. ഓടുന്ന ബസ്സിന് മുന്നിൽ ബൈക്കുമായി എത്തി യുവാവിൻ്റെ പരാക്രമം. ബസ് ഡ്രൈവർ ബ്രേക്കിട്ടതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. യാത്രക്കാരായ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർക്ക് നിസ്സാര പരിക്കേറ്റു. ബൈക്ക് യാത്രികനായ യുവാവിനെതിരെ നടപടിക്കൊരുങ്ങി താനൂർ പോലീസ്. തലക്കാട് പഞ്ചായത്തിലെ ബാർ ഹോട്ടൽ ലൈസൻസ് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ISM നല്ല കേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി തിരൂർ മണ്ഡലം സമിതി സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ റാലിയും സംഗമവും കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. KNM മർക്കസ് അഥവാ തിരൂർ മണ്ഡലം പ്രസിഡന്റ് CMP മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. തിരൂർ ആർട്സ് സൊസൈറ്റി പ്രതിമാസ നാടകവും കൈത്താങ് ആദരവും അനുമോദന സദസ്സും തിരൂർ വാഗൻ ട്രാജഡി ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. സാഹിത്യകാരൻ K. ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. BJP മലപ്പുറം വെസ്റ്റ് ജില്ലാ ഹെൽപ്പ് ഡെസ്ക് തിരുനാവായ BJP ഓഫീസിൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ പദ്ധതികൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചതെന്ന് BJP മുൻ അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. ഇതോടെ ഈ വാർത്ത പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.